നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ VFA പരീക്ഷ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചർച്ച ചെയ്യും. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതാണ്. കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? AK ഗോപാലന്റെ രചനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്ന രചന ആരുടേതാണ്? AK ഗോപാലന്റേതാണ്. AK ഗോപാലൻ അല്ലെങ്കിൽ AKGയുടെ പ്രശസ്തമായ കൃതികളാണ് ഞാനൊരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എന്റെ ഡയറി. AKGയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാ? ഞാനൊരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എന്റെ ഡയറി. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AK ഗോപാലന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാ? ഞാൻ പുതിയൊരു ലോകം കണ്ടു, എന്റെ പൂർവകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, മണ്ണിനു വേണ്ടി, ഹരിജനം, എന്റെ ഡയറി. മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിന്റെ സ്ഥാപകനാരായിരുന്നു? അത് തെരുവത്ത് രാമനാണ്. തെരുവത്ത് രാമന്റെ പ്രശസ്തമായ കൃതികളാണ് സുപ്രഭാതം, നെടുവീർപ്പ്, ജയ് ഹിന്ദ്, ബുദ്ധചരിതം, ഓർമ്മയുടെ നിറങ്ങൾ, നേതാജി. തെരുവത്ത് രാമന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാ? സുപ്രഭാതം, നെടുവീർപ്പ്, ജയ് ഹിന്ദ്, ബുദ്ധചരിതം, ഓർമ്മയുടെ നിറങ്ങൾ, നേതാജി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം പ്രസിദ്ധീകരിച്ച വർഷം എത്രയാണ്? 1847 മുതലാണ് കേട്ടോ, ശ്രദ്ധിച്ചോളണേ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാരം പത്രം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാല് 1847 മുതലാണ്. ഏത് മുതലാ? 1847 മുതലാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ സംഭാവനകളാണ്. ഈ പറയാൻ പോകുന്ന സംഭാവനകളെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നമുക്ക് കളയാനില്ല. ഹെർമൻ ഗുണ്ടർട്ടിന്റെ സംഭാവനകൾ: മലയാള ഭാഷാ വ്യാകരണം 1859 പുറത്തിറക്കുന്നു. ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഭാഷാ വ്യാകരണം 1859 പുറത്തിറക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസികയായ പശ്ചിമോദയം 1847 പുറത്തിറക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക എന്നറിയപ്പെടുന്ന പശ്ചിമോദയം പുറത്തിറക്കിയതാരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. വർഷം 1847. ആദ്യ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി 1872 പുറത്തിറക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി 1872 പുറത്തിറക്കിയതാരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പുറത്തിറക്കിയത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരവും പശ്ചിമോദയം എന്നിവ പുറത്തിറക്കിയത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നുമാണ്. അതുകൂടൊന്ന് ഓർക്കുക. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പനാണ്. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ നമുക്ക് പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് നോക്കാം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ് പണ്ഡിറ്റ് KP കറുപ്പന്റെ പുസ്തകങ്ങൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, അരയ പ്രസക്തി, കൈരളി കൗതുകം, കാവ്യപേടകം, സ്തോത്രമന്ദാരം, സമാധി സപ്താഹം, ബാലോദ്യാനം, ചിത്രലേഖ, വിലാപഗീതം, രാജരാജപർവം, ധീരവതരുണിയുടെ വിലാപം, ഭാഷ ഭൈമി പരിണയം. ശ്രദ്ധിച്ചോളണേ, ഒന്നുകൂടി പറയാം. പണ്ഡിറ്റ് KP കറുപ്പിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ജാതിക്കുമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, അരയപ്രസക്തി, കൈരളി കൗതുകം, കാവ്യപേടകം, സ്തോത്രമന്ദാരം, സമാധി സപ്താഹം, ബാല്യോദ്യാനം, ചിത്രലേഖ, വിലാപഗീതം, രാജരാജപർവം, ധീരവ തരുണിയുടെ വിലാപം, ഭാഷ ഭൈമി പരിണയം. ഓർക്കുക, ഒന്നുകൂടി പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ജാതിക്കുമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ഉദ്യാനവിരുന്ന്, ലങ്കാമർദ്ദനം, അരയ പ്രസക്തി, കൈരളി കൗതുകം, കാവ്യപേടകം, സ്തോത്രമന്ദാരം, സമാധി സപ്താഹം, ബാലോദ്യാനം, ചിത്രലേഖ, വിലാപഗീതം,
രാജരാജ പർവം, ധീവരതരുണിയുടെ വിലാപം, ഭാഷ, ഭൈമി, പരിണയം, ഇത്രയും പുസ്തകങ്ങൾ ഓർത്തു വെക്കുക. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണെങ്കിൽ ജ്ഞാനക്കുമ്മി എഴുതിയത് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കാൻ നോക്കണേ. ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണെങ്കിൽ ജ്ഞാനക്കുമ്മി എഴുതിയത് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനം യഥാക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. അതിന് കാരണം എന്തെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ദീപിക ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് മന്നാനത്താണ്, അതായത് കോട്ടയം ജില്ല. ഇപ്പോഴത്തെ ദീപികയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതും കോട്ടയത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദീപിക പത്രം ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് മാന്നാനം, കോട്ടയത്ത് നിന്നാണ്. ഇപ്പോഴത്തെ ദീപികയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാ? കോട്ടയത്ത് തന്നെയാണ്. മലയാള മനോരമ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് നിന്നുമാണ്. ഇപ്പോഴും മലയാള മനോരമയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം തന്നെയാണ്. മലയാള മനോരമ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് നിന്ന് തന്നെയാണ്. ഇപ്പോഴും അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം തന്നെയാണ്. മാതൃഭൂമി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോഴും മാതൃഭൂമിയുടെ ആസ്ഥാനം കോഴിക്കോട് തന്നെയാണ്. മാതൃഭൂമി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമാണ്. ഇപ്പോഴും മാതൃഭൂമിയുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് തന്നെയാണ്. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. കേരള കൗമുദിയുടെ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് മയ്യനാട്, കൊല്ലം ജില്ല. കേരള കൗമുദി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാ? മയ്യനാട്, കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഇപ്പോഴത്തെ കേരള കൗമുദിയുടെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം, പേട്ടയാണ്. കേരള കൗമുദിയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, പേട്ടയാണ്. ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു? മയ്യനാട്, കൊല്ലം ജില്ലയായിരുന്നു. ദേശാഭിമാനി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശാഭിമാനിയുടെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. ദേശാഭിമാനി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശാഭിമാനിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ജന്മഭൂമി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നായിരുന്നു. ഇപ്പോൾ ജന്മഭൂമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ കൊച്ചിയാണ്. ജന്മഭൂമി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമായിരുന്നു. ഇപ്പോഴത്തെ ജന്മഭൂമിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് എവിടെയാ സുഹൃത്തുക്കളെ? കൊച്ചിയിലാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലോട്ട് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ജനയുഗം എന്ന് പറയുന്ന പത്രം ആദ്യം കൊല്ലം ജില്ലയിൽ നിന്നും ആരംഭിച്ചു. ഇപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അപ്പോൾ ജനയുഗം എന്ന് പറയുന്ന പത്രം ആദ്യം ആരംഭിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോഴത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ്. ഇപ്പോൾ അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ വീക്ഷണം പത്രത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അന്നും ഇന്നും കൊച്ചി തന്നെയാണ് കേട്ടോ. വീക്ഷണം പത്രത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അന്നും ഇന്നും കൊച്ചിയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ജനയുഗം പത്രത്തിന്റെയും അതുപോലെ തന്നെ കേരള കൗമുദി പത്രത്തിന്റെയും ആരംഭിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും വ്യത്യാസമുള്ളതുകൊണ്ട് രണ്ട് ഓപ്ഷൻസുകൾ ഇവിടെ വരുന്നുണ്ട് ആൻസർ ആയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയത്. അപ്പൊ ശ്രദ്ധിക്കുക. ദീപിക പത്രം എവിടെ നിന്നായിരുന്നു ആദ്യം പുറത്തിറങ്ങിയത്? മന്നാനം, കോട്ടയത്താണ്. ഇപ്പോഴത്തെ ദീപികയുടെ ആസ്ഥാനം കോട്ടയം തന്നെയാണ്. മലയാള മനോരമ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് നിന്നാണ്. ഇപ്പോഴത്തെ ആസ്ഥാനം കോട്ടയം തന്നെയാണ്. മാതൃഭൂമി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോഴും ആസ്ഥാനം എവിടെ തന്നെയാ? മാതൃഭൂമിയുടെ കോഴിക്കോട് തന്നെയാണ്. കേരള കൗമുദിയുടെ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് മയ്യനാട്, കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നെങ്കിലും ഇപ്പോൾ കേരള കൗമുദിയുടെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം, പേട്ടയാണ്. ദേശാഭിമാനി ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് നിന്നുമായിരുന്നു. എന്നാൽ ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. ജന്മഭൂമിയുടെ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ജന്മഭൂമിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ തന്നെയാണ് ജനയുഗം പത്രം ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനയുഗം പത്രത്തിന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ് കേട്ടോ. ഓർത്തോളനെ, ജനയുഗം പത്രത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. കൂട്ടത്തിൽ ചേരാത്ത ജോഡി ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ജോഡിയും ശരി തന്നെയാണ് കേട്ടോ. ഇതും PSC ക്യാൻസൽ ചെയ്തിരുന്നു. കൂട്ടത്തിൽ ചേരാത്ത ജോഡി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഓപ്ഷൻ D ആണ് ആൻസർ കൊടുക്കുന്നത്. രണ്ടാം ഊഴം MDയുടെ തന്നെ പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരി തന്നെയാണ്. SK പൊറ്റക്കാടിന്റെ പുസ്തകമാണ് നാടൻ പ്രേമം. കേശവദേവിന്റെ പുസ്തകമാണ് ഓടയിൽ നിന്നും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകമാണ് പ്രേമലേഖനം. MT വാസുദേവൻ നായരുടെ പുസ്തകമാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് SK പൊറ്റക്കാടിന്റെ മറ്റു കുറച്ച് പുസ്തകങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, കബീന,
വല്ലികാദേവി, മേഘമാല, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴിയമ്പലങ്ങൾ. എസ് കെ പൊറ്റക്കാടിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, കബീന, വല്ലികാദേവി, മേഘമാല, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴിയമ്പലങ്ങൾ. പി കേശവദേവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓടയിൽ നിന്ന്, അയൽക്കാർ, നദി, ഭ്രാന്താലയം, ഉലക്ക, റൗഡി, കണ്ണാടി, സ്വപ്നം, ഒരു സുന്ദരിയുടെ ആത്മകഥ, വെളിച്ചം കേറുന്നു, എനിക്ക് ജീവിക്കണം, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവും, ഞൊണ്ടിയുടെ കഥ, എതിർപ്പ്, ഒരു മുറി തേങ്ങ. ഓർത്തോളണേ, പി കേശവദേവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഓടയിൽ നിന്ന്, അയൽക്കാർ, നദി, ഭ്രാന്താലയം, ഉലക്ക, റൗഡി, കണ്ണാടി, സ്വപ്നം, ഒരു സുന്ദരിയുടെ ആത്മകഥ, വെളിച്ചം കേറുന്നു, എനിക്കും ജീവിക്കണം, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവും, ഞൊണ്ടിയുടെ കഥ, എതിർപ്പ്, ഒരു മുറി തേങ്ങ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മാന്ത്രിക പൂച്ച, മരണത്തിന്റെ നിഴൽ, ജനനദിനം, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമ ലേഖനം, മതിലുകൾ, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മാന്ത്രിക പൂച്ച, മരണത്തിന്റെ നിഴലിൽ, ജനനദിനം, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താണ്? പൊലി എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താണ്? പൊലി എന്നാണ്. പൊതുജന സമ്പർക്ക വകുപ്പ് മുഖപത്രം സമകാലിക ജനപദം. പൊതുജന സമ്പർക്ക വകുപ്പിന്റെ മുഖപത്രം ഏതാണ്? സമകാലിക ജനപദം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം PSC ബുള്ളറ്റിൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം PSC ബുള്ളറ്റിൻ. ഗ്രാമവികസന വകുപ്പ് പ്രസിദ്ധീകരണം പഞ്ചായത്ത് രാജ്. ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം എന്താണ്? പഞ്ചായത്ത് രാജാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം പടവുകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം പടവുകൾ. വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണം ആരണ്യം. വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണം ആരണ്യം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം കേരള കർഷകൻ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം കേരള കർഷകൻ. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം പ്രതിധ്വനി. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം പ്രതിധ്വനി. കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി എന്നാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനായി വന്നത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം തളിര്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണങ്ങൾ ശാസ്ത്ര കേരളം, യുക്തിവാദം, ഗണിതം. ഇത് മൂന്നും ഓർത്തു വെച്ചോളണേ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ശാസ്ത്ര കേരളം, യുക്തിവാദം, ഗണിതം എന്നിവയാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദ മേനോനാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദ മേനോനാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. ഭക്തകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. ഭക്തകവി എന്നറിയപ്പെടുന്നത് ആരാ? ചെറുശ്ശേരിയാണ്. സ്നേഹ ഗായകൻ എന്നും വിപ്ലവ കവി എന്നും അറിയപ്പെടുന്നത് കുമാരനാശാൻ. സ്നേഹ ഗായകൻ എന്നും വിപ്ലവ കവി എന്നും അറിയപ്പെടുന്നത് കുമാരനാശാൻ. കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ. കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ആരാ? ചങ്ങമ്പുഴയാണ്.
കാവ്യ ഗായകൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കാവ്യ ഗായകൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. ഗാന ഗന്ധർവൻ എന്നറിയപ്പെടുന്നത് P ഭാസ്കരനാണ്. ഗാന ഗന്ധർവൻ എന്നറിയപ്പെടുന്നത് P ഭാസ്കരനാണ്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാ? ബാലാമണി അമ്മയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ഭക്തകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. സ്നേഹഗായകൻ എന്നും വിപ്ലവ കവി എന്നും അറിയപ്പെടുന്നത് കുമാരനാശാൻ. കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ. കാവ്യഗായകൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പ്. ഗാന ഗന്ധർവൻ എന്നറിയപ്പെടുന്നത് P ഭാസ്കരൻ. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി. മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം സുഗതകുമാരിയാണ്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? സുഗതകുമാരിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള. വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിലെ ആദ്യത്തെ ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. വർഷം 1993. വയലാർ അവാർഡ് ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. വർഷം 1977. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. വയലാർ അവാർഡ് ആദ്യ ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. 1977 ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അവരുടെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ്. 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോ ആദ്യമായി ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന വ്യക്തി ആരാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ്. 1969 അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യ ജേതാവ് OV വിജയനാണ്. OV വിജയന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച വർഷം 1992. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് OV വിജയനാണ്. OV വിജയന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച വർഷം 1992. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് NV കൃഷ്ണവാര്യർക്കാണ്. 1993 NV കൃഷ്ണവാര്യർക്ക് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യ ജേതാവാരാ? NV കൃഷ്ണവാര്യരാണ്. 1993 NV കൃഷ്ണവാര്യർക്ക് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. JC ഡാനിയൽ അവാർഡ് ആദ്യ ജേതാവ് TE വാസുദേവനാണ്. 1992 TE വാസുദേവന് JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. JC ഡാനിയൽ അവാർഡ് ആദ്യ ജേതാവാരാണ്? TE വാസുദേവനാണ്. 1992 TE വാസുദേവന് JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. ചെറുകാട് അവാർഡ് ആദ്യമായി ലഭിച്ചത് KP രാമനുണ്ണിക്കാണ്. 1996 KP രാമനുണ്ണിക്ക് ചെറുകാട് അവാർഡ് ലഭിക്കുന്നത്. സൂഫി പറഞ്ഞ കഥ എന്ന കൃതിക്കാണ് KP രാമനുണ്ണിക്ക് ചെറുകാട് അവാർഡ് ലഭിക്കുന്നത്. ചെറുകാട് അവാർഡ് ആദ്യമായി നേടിയ വ്യക്തി ആരാ? KP രാമനുണ്ണിയാണ്. 1996 KP രാമനുണ്ണിക്ക് ചെറുകാട് അവാർഡ് ലഭിക്കുന്നത്. KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ എന്ന കൃതിക്കാണ് ചെറുകാട് അവാർഡ് ലഭിച്ചത്. NV പുരസ്കാരം ആദ്യ ജേതാവ് MK സാനുവാണ്. 1990 NV പുരസ്കാരം MK സാനുവിന് ലഭിക്കുന്നത്. MK സാനുവിന്റെ NVയുടെ കാവ്യലോകം എന്ന കൃതിക്കാണ് NV പുരസ്കാരം ലഭിച്ചത്. ഓർക്കണേ, NV പുരസ്കാരം, അതായത് NV കൃഷ്ണവാര്യർ ആണ് കേട്ടോ. NV പുരസ്കാരം ആദ്യ ജേതാവാര MK സാനുവാണ്. 1990 MK സാനുവിന് NV കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിക്കുന്നത്. MK സാനുവിന്റെ NVയുടെ കാവ്യലോകം എന്നുള്ള കൃതിക്കാണ് NV പുരസ്കാരം ലഭിച്ചത്. ബഷീർ സ്മാരക പുരസ്കാരം ആദ്യ ജേതാവ് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് 2000 ബഷീർ സ്മാരക പുരസ്കാരം ലഭിക്കുന്നത്. ഓർത്തോളണം, ബഷീർ സ്മാരക പുരസ്കാരം ആദ്യ ജേതാവ് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർക്ക് 2000 ബഷീർ സ്മാരക പുരസ്കാരം ലഭിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാരം ആദ്യ ജേതാവ് പാല നാരായണൻ നായരാണ്. 1991
പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാര ആദ്യ ജേതാവാരാണ്? പാല നാരായണൻ നായരാണ്. 1991 പാല നാരായണൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണിത്? ഉത്തരം പുതുശ്ശേരി രാമചന്ദ്രന്റെയാണ് കേട്ടോ. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണിത്? പുതുശ്ശേരി രാമചന്ദ്രന്റെ. അപ്പോൾ ഇനി നമുക്ക് PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ആത്മകഥകളും അത് ആരുടെയൊക്കെയാണെന്ന് നോക്കാം. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരു ആമുഖം. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് ആത്മകഥ. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ എന്ന് തന്നെയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മകഥയാണ് ആത്മരേഖ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മകഥയാണ് ആത്മരേഖ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥ ഏതാണ്? കാവ്യലോക സ്മരണകളാണ്. N കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് അനുഭവങ്ങൾ അഭിമതങ്ങൾ. N കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് അനുഭവങ്ങൾ അഭിമതങ്ങൾ. K മാധവൻ നായരുടെ ആത്മകഥയാണ് എന്റെ സ്മരണകൾ. K മാധവൻ നായരുടെ ആത്മകഥയാണ് എന്റെ സ്മരണകൾ. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എന്റെ കഥ. അതായത് കമലാസുരയായ മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏതാ? എന്റെ കഥയാണ്. O മാധവന്റെ ആത്മകഥയാണ് നാടക സ്മരണകൾ. O മാധവന്റെ ആത്മകഥയാണ് നാടക സ്മരണകൾ. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥ എന്താണ്? തിരനോട്ടമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയാണ് ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. P കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ ആത്മകഥയാണ് ആത്മരേഖ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയാണ് കാവ്യലോക സ്മരണകൾ. N കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് അനുഭവങ്ങൾ അഭിമതങ്ങൾ. K മാധവൻ നായരുടെ ആത്മകഥയാണ് എന്റെ സ്മരണകൾ. മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എന്റെ കഥ. O മാധവന്റെ ആത്മകഥയാണ് നാടക സ്മരണകൾ. NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലനാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. നമുക്ക് അയ്യത്താൻ ഗോപാലന്റെ കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. രാഗമാലിക അയ്യത്താൻ ഗോപാലന്റെ ആദ്യത്തെ പുസ്തകമാണ് രാഗമാലിക എന്നറിയപ്പെടുന്നത്. 1894 ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത് കേട്ടോ. അപ്പോ അയ്യത്താൻ ഗോപാലന്റെ ആദ്യത്തെ പുസ്തകം ഏതാ? രാഗമാലികയാണ്. ബ്രഹ്മധർമ്മം, സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം, ഗാനമാലിക, ഗ്രഹധർമ്മ ഗീതാമൃതം, കീർത്തനരത്നമാല, ബ്രഹ്മമതം, റാം മോഹൻ റോയ്, മതൈക്യം, മാധവും ഗുരുവും, മാധവൻ
ഇത്രയും പുസ്തകങ്ങൾ ഓർത്തോളണം. അയ്യത്താൻ ഗോപാലന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? രാഗമാലിക. രാഗമാലികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയ്യത്താൻ ഗോപാലന്റെ ആദ്യത്തെ പുസ്തകമായി കണക്കാക്കുന്നത് രാഗമാലികയാണ്, വർഷം 1894. അപ്പോ അയ്യത്താൻ ഗോപാലന്റെ ആദ്യത്തെ പുസ്തകമായി കണക്കാക്കുന്നത് രാഗമാലികയാണ്. ഇത് പുറത്തിറങ്ങിയ വർഷം 1894. ബ്രഹ്മധർമ്മം. ബ്രഹ്മധർമ്മം. സാരഞ്ജിനി പരിണയം. സാരഞ്ജിനി പരിണയം. സുശീലാദുഃഖം. സുശീലാദുഃഖം. ഗാനമാലിക. ഗാനമാലിക. ഗ്രഹധർമ്മ ഗീതാമൃതം. ഗ്രഹധർമ്മ ഗീതാമൃതം. കീർത്തന രത്നമാല. കീർത്തന രത്നമാല. ബ്രഹ്മമതം. ബ്രഹ്മമതം. റാം മോഹൻ റോയി. റാം മോഹൻ റോയി. മഥൈക്യം. മഥൈക്യം. മാധവും ഗുരുവും. മാധവും ഗുരുവും. മാധവൻ. മാധവൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട അയ്യത്താൻ ഗോപാലന്റെ പുസ്തകങ്ങൾ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരമാര? അക്കമ്മ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചതാര? അക്കമ്മ ചെറിയാനാണ്. ഇവിടെ അക്കമ്മ ചെറിയാനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1114 കഥ പോലെ തന്നെ ചോദിക്കുന്നതാണ്. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് ലളിതാംബിക അന്തർജനം. കേട്ടോ, ലളിതാംബിക അന്തർജനത്തെ കൂടി നമ്മളിവിടെ പഠിച്ചു പോവുകയാണ്. ശ്രദ്ധിക്കാം. ലളിതാംബിക അന്തർജനത്തിന്റെ പുസ്തകങ്ങൾ. പുനർജന്മം. പുനർജന്മം. അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി പുറത്തിറങ്ങിയ വർഷം 1976. അഗ്നിസാക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഗ്നിസാക്ഷിയാണ്. കേട്ടോ, ഓർത്തോളനെ. അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങിയത് 1976. ലളിതാംബിക അന്തർജനത്തിന്റെ ഏക നോവൽ എന്നറിയപ്പെടുന്നത് ഏതാ? അഗ്നിസാക്ഷിയാണ്. ആത്മകഥയ്ക്കൊരു ആമുഖം. ആത്മകഥയ്ക്കൊരു ആമുഖം. ലളിതാഞ്ജലി. എന്താണ്? ലളിതാഞ്ജലി. തകർന്ന തലമുറ. തകർന്ന തലമുറ. 20 വർഷത്തിനു ശേഷം. 20 വർഷത്തിന് ശേഷം. കൊടുങ്കാറ്റിൽ നിന്നും. കൊടുങ്കാറ്റിൽ നിന്നും. ആദ്യത്തെ കഥകൾ. ആദ്യത്തെ കഥകൾ. ആദ്യത്തെ കഥകൾ. മൂടുപടത്തിൽ. മൂടുപടത്തിൽ. കിളിവാതിലിലൂടെ. കിളിവാതിലിലൂടെ. അഗ്നിപുഷ്പങ്ങൾ. അഗ്നിപുഷ്പങ്ങൾ. കണ്ണീരിന്റെ പുഞ്ചിരി. കണ്ണീരിന്റെ പുഞ്ചിരി. ഇത്രയുമാണ് ലളിതാംബിക അന്തർജനത്തിന്റെ പുസ്തകങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിസാക്ഷി തന്നെയാണ്. അഗ്നിസാക്ഷി പുറത്തിറങ്ങിയ വർഷം എത്രയാ? 1976. അഗ്നിസാക്ഷിയുടെ പ്രത്യേകത എന്താ? ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ എന്നറിയപ്പെടുന്നത് അഗ്നിസാക്ഷിയാണ്. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന MDയുടെ ചെറുകഥ ഏതാണ്? ഉത്തരം വളർത്തുമൃഗങ്ങളാണ്. കേട്ടോ, സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന MDയുടെ ചെറുകഥ ഏതാണ്? വളർത്തുമൃഗങ്ങൾ. ആലപ്പുഴയിലെ കടലോര ഗ്രാമങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തുറന്നു കാട്ടുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലാണ് ചെമ്മീന്. ആലപ്പുഴ കടലോര ഗ്രാമങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തുറന്നു കാട്ടുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ ഏതാ? ചെമ്മീനാണ്. ഗ്രാമീണ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലാണ് ബാല്യകാലസഖി. ഗ്രാമീണ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവൽ ഏതാണ്? ബാല്യകാലസഖിയാണ്. പാലക്കാടൻ ഗ്രാമമായ തസ്രാക്ക് അവിടത്തെ മിത്തുകളും ഐതിഹ്യങ്ങളെയും തുറന്നുകാട്ടിയ OV വിജയന്റെ പുസ്തകമായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം. പാലക്കാടൻ ഗ്രാമമായ തസ്രാക്കില് അവിടത്തെ മിത്തുകളും ഐതിഹ്യങ്ങളും തുറന്നുകാട്ടിയ OV വിജയന്റെ പുസ്തകം ഏതാ? ഖസാക്കിന്റെ ഇതിഹാസം. നഗരജീവിതത്തിലെ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് റിക്ഷ വലിക്കുന്നവരുടെ ദുരിതങ്ങൾ പശ്ചാത്തലമാക്കിയ P. കേശവദേവിന്റെ പുസ്തകമാണ് ഓടയിൽ നിന്നും. നഗരജീവിതത്തിലെ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് റിക്ഷ വലിക്കുന്നവരുടെ ദുരിതങ്ങൾ പശ്ചാത്തലമാക്കി P. കേശവദേവിന്റെ പുസ്തകം ഏതാണ്? ഓടയിൽ നിന്നും. 18ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിന്റെ ചരിത്രം വിവരിക്കുന്ന CV രാമൻ പിള്ളയുടെ നോവലാണ് മാർത്താണ്ഡവർമ്മ. 18ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിന്റെ ചരിത്രം വിവരിക്കുന്ന CV രാമൻ പിള്ളയുടെ നോവൽ ഏതാ? മാർത്താണ്ഡവർമ്മ. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം തുറന്നു കാട്ടിയ ലളിതാംബിക അന്തർജനത്തിന്റെ നോവലാണ് അഗ്നിസാക്ഷി. നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം തുറന്നു കാട്ടിയ ലളിതാംബിക അന്തർജനത്തിന്റെ നോവൽ ഏതാ? അഗ്നിസാക്ഷിയാണ്. പ്രവാസി മലയാളികളുടെ അതിജീവന പോരാട്ടം തുറന്നുകാട്ടിയ ബെന്യാമിന്റെ നോവൽ ആടുജീവിതം. പ്രവാസി മലയാളികളുടെ അതിജീവന പോരാട്ടം തുറന്നുകാട്ടിയ ബെന്യാമിന്റെ നോവൽ ഏതാണ്? ആടുജീവിതമാണ്. ഇത്രയും ഓർത്തുവെച്ച് പഠിക്കുക.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ പെടാത്തത്? ഉത്തരം എന്താ? ഏകാന്തപഥികനാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകൾ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചാൽ ഏകാന്തപഥികനാണ്. അപ്പൊ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ ഒന്നുകൂടി ഓടിച്ചൊന്ന് വായിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടി ഓടിച്ചു വായിക്കുവാണ്. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, എന്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്ന, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മാന്ത്രിക പൂച്ച, മരണത്തിന്റെ നിഴൽ, ജനനദിനം, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. ഇത്രയും ഓർക്കുക. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? ഉത്തരം ആർ ഈശ്വരപിള്ളയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? ആർ ഈശ്വരപിള്ളയാണ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് സംക്ഷേപ വേദാർത്ഥം എഴുതിയതാരാണ്? ക്ലെമന്റ് പിയാനിയസ് ആണ്. വർഷം 1772. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് സംക്ഷേപ വേദാർത്ഥമാണ്. ഇത് എഴുതിയതാരാ? ക്ലെമന്റ് പിയാനിയസ് ആണ്. 1772 ഇദ്ദേഹം അത് എഴുതിയത്. മലയാള ഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഗ്രാമാറ്റിക്ക ക്രിസ്ത്യാനിക്കയാണ്. ഇത് എഴുതിയത് അർണോസ് പാതിരിയാണ്. 1778 ഇദ്ദേഹം എഴുതിയത്. മലയാള ഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ഗ്രാമാറ്റിക്ക ക്രിസ്ത്യാനിക്കയാണ്. ഇത് എഴുതിയതാരാ? അർണോസ് പാതിരിയാണ്. വർഷം 1778. കേരളത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പുസ്തകം കേരളോൽപ്പത്തിയാണ്. കേരളോൽപ്പത്തി എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. വർഷം 1843. കേരളത്തിന്റെ ഉത്ഭവത്തെയും ചരിത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാ? കേരളോൽപ്പത്തിയാണ്. കേരളോൽപ്പത്തി എഴുതിയതാരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. വർഷം 1843. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം എഴുതിയതാരാ? പാറമേക്കൽ തോമൽ കത്തനാരാണ്. വർഷം 1888 കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായി കണക്കാക്കുന്നത് വർത്തമാന പുസ്തകമാണ്. ഇത് എഴുതിയതാരാ? പാറമേക്കൽ തോമ കത്തനാരാണ്. വർഷം 1888. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടുന്നത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയതാരാ? ഒ ചന്തുമേനോനാണ്. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടുന്നത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയതാരാ? ഒ ചന്തുമേനോനാണ്. വർഷം 1889. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008 തെറ്റാണ്. 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ് നോക്കാം. ശ്രദ്ധിക്കുക. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 2007. ONV കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007. ONV കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007. ONV കുറുപ്പിന് പത്മശ്രീ ലഭിച്ച വർഷം 1998. ONV കുറുപ്പിന് പത്മശ്രീ ലഭിച്ച വർഷം 1998. ONV കുറുപ്പിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2011. ONV കുറുപ്പിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2011. ONV കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വർഷം 1990. ONV കുറുപ്പിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വർഷം 1990. ONV കുറുപ്പിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം 2006. ONV കുറുപ്പിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം 2006. ONV കുറുപ്പിന് കേരള സർവകലാശാലയുടെ ഓർണററി ഡോക്ടറേറ്റ് ലഭിച്ച വർഷം 2007. ONV കുറുപ്പിന് കേരള സർവകലാശാലയുടെ ഓർണററി ഡോക്ടറേറ്റ് ലഭിച്ച വർഷം 2007. ONV കുറുപ്പിന് തോപ്പിൽ ഫാസി അവാർഡ് ലഭിച്ച വർഷം 2011. ONV കുറുപ്പിന് തോപ്പിൽ ഫാസി അവാർഡ് ലഭിച്ച വർഷം എത്രയാ? 2011. ONV കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1975. ONV കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1975. ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1971.
ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1971. ONV കുറുപ്പിന് കടമിനിട്ട രാമകൃഷ്ണപിള്ള അവാർഡ് ലഭിച്ച വർഷം 2015. ONV കുറുപ്പിന് കടമിനിട്ട രാമകൃഷ്ണപിള്ള അവാർഡ് ലഭിച്ച വർഷം 2015. ഇത്രയും ഓർക്കുക. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നുമുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അശ്വമേധത്തിൽ നിന്നുള്ളതാണ് കേട്ടോ, ഓർത്തോളനെ. അപ്പോ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്ജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഇത് വയലാർ രാമവർമ്മയുടെ ഏത് കാവ്യശകലത്തിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ അശ്വമേധത്തിൽ നിന്നുള്ളതാണ്. ഓർത്തോളനെ, ഏതെന്ന അശ്വമേധത്തിൽ നിന്നും ഉള്ളതാണ്. മാറ്റങ്ങളെ നിൻ മാറ്റുലി കേൾക്കുമ്പോൾ എങ്ങു നിന്നെങ്ങോ നിൻ വരവെന്നു ഞാൻ. ഇങ്ങനെ പാടിയത് ആരാണ്? മാറ്റങ്ങളെ നിൻ മാറ്റുലി കേൾക്കുമ്പോൾ എന്നു നിന്നെങ്ങോ നിൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്നുള്ള കവിതയുടെ ഭാഗമാണ്. മാറ്റങ്ങളെ നിൻ മാറ്റുലി കേൾക്കുമ്പോൾ എന്നു നിന്നെങ്ങോ നിൻ വരവെന്നു ഞാൻ. ഇത് ആരുടെ കവിതയാണ്? ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ്. അരുതേ അരുതേ സ്നേഹമേ നീ വെറും വാക്കാണ് നിഴലാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയുടെ ഭാഗമാണിത്. അരുതേ അരുതേ സ്നേഹമേ നീ വെറും വാക്കാണ് നിഴലാണ്. ഇത് ആരുടെ കവിതയാ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ്. അദ്ദേഹത്തിന്റെ രമണനിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണിത്. കണ്ണാടി നോക്കി ചിരിക്കാൻ പഠിപ്പിച്ചു, ആരെയും കാണാതെ കരയാൻ പഠിപ്പിച്ചു. ഇതാരുടെയാ? ONV കുറുപ്പിന്റെ കവിതയാണ് കേട്ടോ. കണ്ണാടി നോക്കി ചിരിക്കാൻ പഠിപ്പിച്ചു, ആരും കാണാതെ കരയാനും പഠിപ്പിച്ചു. ആരുടെ കവിതയായത്? ONV കുറുപ്പിന്റെ കവിതയാണ്. എങ്ങുമെങ്ങുമെൻ താന്തമാ മുകിലേ നീ പാടും ഗാനം വിടർപ്പു വിശ്വം. ഇത് ആരുടെ കവിതയാ? G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുള്ളിൽ നിന്നുള്ള കവിതാ ഭാഗമാണ് കേട്ടോ. എങ്ങുമെങ്ങുമെൻ താന്തമാ മുകിലേ നീ പാടും ഗാനം വിടർപ്പു വിശ്വവും. G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുള്ളിൽ എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണിത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണിത്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞിരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ്. ഇടയന്റെ ഹൃദയം പോലെ മൃദുലമാണി പുലരി. ഇത് ആരുടേതാ? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കന്നിക്കൊയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കവിതയുടെ ഭാഗമാണ്. മാംഗോസ്റ്റീൻ കായ്ക്കുന്ന നാട്ടിൽ ഞാൻ പോയി, ഒരു മാംഗോസ്റ്റീൻ എന്റെ കയ്യിൽ കിട്ടി. BKNന്റെ പ്രശസ്തമായ വാക്കുകളാണിത്. മാംഗോസ്റ്റീൻ കായ്ക്കുന്ന നാട്ടിൽ ഞാൻ പോയി, ഒരു മാംഗോസ്റ്റീൻ എന്റെ കയ്യിൽ കിട്ടി. നന്മ നിറഞ്ഞൊരു നാളെ വരൂ നീ, തിന്മ മറയ്ക്കാൻ തമസു വരൂ. കവി ONV കുറുപ്പിന്റെ വാക്കുകളാണ്. നന്മ നിറഞ്ഞൊരു നാളെ വരൂ നീ, തിന്മ മറയ്ക്കാൻ തമസു വരൂ. ONV കുറുപ്പിന്റെ വാക്കുകളാണിത്. മടങ്ങുവാൻ സമയമായി നാടേ മതിയായി ഞാൻ ഉറങ്ങട്ടെ. കവി ONV കുറുപ്പിന്റെ ഒരു മരത്തിന്റെ വിലാപം എന്ന കവിതയുടെ ഭാഗമാണ് കേട്ടോ. മടങ്ങുവാൻ സമയമായി നാടേ മതിയായി ഞാൻ ഉറങ്ങട്ടെ. കവി ONV കുറുപ്പിന്റെ ഒരു മരത്തിന്റെ വിലാപം എന്ന കവിതാ ശലകത്തിന്റെ ഭാഗമാണ്. കഷ്ടം വെറും കഷ്ടം ആർത്തട്ടഹസിക്കുകയാണ് എന്തകാരം. കുമാരനാശാന്റെ ദുരാവസ്ഥയിൽ നിന്നുള്ള ഭാഗമാണിത്. കഷ്ടം വെറും കഷ്ടം ആർത്തട്ടഹസിക്കുകയാണ് എന്തകാരം. ഇത് ആരുടെ കവിതയാ? കുമാരനാശാന്റെ ദുരാവസ്ഥ എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ്. എല്ലാം സഹിക്കാം ലോകത്തിൻ വൻനഷ്ടം സഹിക്കാൻ പാപത്തിൻ കൈകൾ നീട്ടാൻ. ഇങ്ങനെ പറഞ്ഞത് കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ്. എല്ലാം സഹിക്കാം ലോകത്തിൻ വൻ കഷ്ടം സഹിക്കാൻ പാപത്തിൻ കൈകൾ നീട്ടാൻ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കവിത ഏതാണ്? കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന കവിതയുടെ ഭാഗമാണ്. സത്യം എന്നത് നിൻ ചുടു നിശ്വാസമല്ലയോ. G ശങ്കരക്കുറുപ്പിന്റെ മുത്തശ്ശി എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ഭാഗമാണ്. സത്യം എന്നത് നിൻ ചുടു നിശ്വാസമല്ലയോ എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പിന്റെ മുത്തശ്ശി എന്ന കവിതയുടെ ഭാഗമാണ്. ഇതൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഉത്തരം UA ഖാദറിന്റെയാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? UA ഖാദറിന്റെ കൃതിയാണ്. UA ഖാദറിന്റെ പ്രധാന പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിക്കുക. UA ഖാദറിന്റെ പ്രധാന പുസ്തകങ്ങൾ: തൃക്കോട്ടൂർ പെരുമ, അഘോര ശിവം, ഒരു യാത്രാമൊഴി, കള്ളിമുള്ള്, ആഗ്നേയരാഗം, വടക്കൻ മൊഴി, ശത്രു, ഒരു മാന്ത്രികന്റെ രാത്രി, കരയുന്നൊരു പെൺകുട്ടി, കൂട്ടുകാർ, ഓർമ്മയുടെ പളുങ്ക് കൊട്ടാരം,
നീല മരുഭൂമിയിലൂടെ, ഇരുളും വെളിച്ചവും. ഒന്നുകൂടി പറയാം. UA ഖാദറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? തൃക്കോട്ടൂർ പെരുമ, അഘോരശിവം, ഒരു യാത്രാമൊഴി, കള്ളിമുള്ള്, ആഗ്നേയരാഗം, വടക്കൻ മൊഴികൾ, ശത്രു, ഒരു മാന്ത്രികന്റെ രാത്രി, കരയുന്നൊരു പെൺകുട്ടി, കൂട്ടുകാർ, ഓർമ്മകളുടെ പളുങ്ക് കൊട്ടാരം, നീല മരുഭൂമിയിലൂടെ, ഇരുളും വെളിച്ചവും. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും അവരുടെ തൂലികാ നാമവും ഒന്ന് നോക്കാം. ശ്രീ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ശ്രീ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ശ്രീകുമാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. ഓർത്തോളനെ, ആദ്യകാലങ്ങളിൽ ശ്രീകുമാർ എന്ന പേരിൽ എഴുതി തുടങ്ങിയ വ്യക്തിത്വമാരാണ്? സുഗതകുമാരിയാണ്. ബാറ്റൻ ബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് M ചാക്കോയാണ്. ബാറ്റൻ ബോസ് എന്ന പേരിൽ തൂലികാ നാമമുള്ള വ്യക്തി ആരാണ്? KM ചാക്കോയാണ്. കപിലൻ എന്ന തൂലികാ നാമം K പത്മനാഭൻ നായരാണ്. കപിലൻ എന്ന തൂലികാ നാമം ആരുടേതാ? K പത്മനാഭന്റെയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി KM വാസുദേവൻ നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നറിയപ്പെടുന്നത് KM വാസുദേവൻ നമ്പൂതിരി. കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് K അപ്പുക്കുട്ടൻ നായരാണ്. കോഴിക്കോടൻ എന്ന തൂലികാ നാമമുള്ളത് ആർക്കാണ്? K അപ്പുക്കുട്ടൻ നായർക്കാണ്. ആശാമേനോൻ എന്ന പേരിൽ തൂലികാ നാമമുള്ളത് K ശ്രീകുമാർ ആണ്. ആശാമേനോൻ എന്ന തൂലികാ നാമമുള്ളത് K ശ്രീകുമാർ ആണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് MK മേനോൻ ആണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് MK മേനോൻ ആണ്. ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് സുബ്രഹ്മണ്യം തിരുമുമ്പാണ്. ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. വീരൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് PK രാഘവൻ നായരാണ്. വീരൻ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരുന്നത് PK രാഘവൻ നായരാണ്. സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാട്. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M രാമനുണ്ണി നായർ. സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M രാമനുണ്ണി നായർ. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടി. ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടി. തുളസീവനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായർ. തുളസീവനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായർ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് PC ഗോപാലൻ. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ. പ്രഭ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു കേട്ടോ. പ്രഭ എന്ന തൂലികാ നാമത്തിൽ എഴുതിക്കൊണ്ടിരുന്ന വ്യക്തി ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. ഓം ചേരി എന്ന തൂലികാ നാമത്തിൽ എഴുതിക്കൊണ്ടിരുന്നത് N നാരായണ പിള്ളയായിരുന്നു. ഓം ചേരി എന്ന തൂലികാ നാമം N നാരായണ പിള്ളയുടേത്. ഓം ചേരി എന്ന തൂലികാ നാമം N നാരായണ പിള്ളയുടേത്. കണ്ടപ്പൻ എന്ന തൂലികാ നാമം കാരൂർ നീലകണ്ഠ പിള്ളയുടേത്. കണ്ടപ്പൻ എന്ന തൂലികാ നാമം കാരൂർ നീലകണ്ഠ പിള്ളയുടേത്. ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരാർഹമായ കൃതിയുടെ രചയിതാവാരാണ്? SK പൊറ്റക്കാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവാരാണ്? SK പൊറ്റക്കാടാണ്. 1965 G ശങ്കരക്കുറുപ്പിന് മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിക്കുന്നു. അദ്ദേഹത്തിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏതാ? ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരമാണ്. ഇത്രയും ഓർത്തോളനെ. 1965 G ശങ്കരക്കുറുപ്പിന് മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം ലഭിക്കുന്നു. അദ്ദേഹത്തിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതായിരുന്നു? ഓടക്കുഴലായിരുന്നു. 1980 SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 1980 SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന നോവലിന് ജ്ഞാനപീഠം ലഭിക്കുന്നു. 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 1995 MD വാസുദേവൻ നായർക്ക് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. MD വാസുദേവൻ നായർക്ക് 1995 മലയാളത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് എന്ത് ലഭിക്കുന്നു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2007 ONV കുറുപ്പിന് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ONV കുറുപ്പിന് 2007 മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു.
2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഓർക്കുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാ? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസസ്, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ സർവേ, കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്ലസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇത്രയുമാണ് EMS നമ്പൂതിരിപ്പാടിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസസ്, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ എ ഹിസ്റ്റോറിക്കൽ സർവേ, കേരള യെസ്റ്റർഡേ ടുഡേ ടുമാറോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്ലസന്റ് മൂവ്മെന്റ് ഇൻ കേരള. തെറ്റായ ജോഡി കണ്ടെത്തുക. തിരയും ചുഴിയും സച്ചിദാനന്ദന്റെ പുസ്തകമല്ല, പകരം ആരുടെ പുസ്തകമാണ്? എസ് ഗുപ്തൻ നായരുടെ പുസ്തകമാണ്. ഓർത്തോളനെ, എസ് ഗുപ്തൻ നായരുടെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? തിരയും ചുഴിയും എന്ന് പറയുന്നത്. വീണപൂവാരുടേതാ? കുമാരനാശാന്റെ തന്നെയാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസിന്റെ തന്നെയാണ്. നിലാവിന്റെ നാട്ടില് അഷിതയുടേതാണ്. പെണ്ണരശു നാട് EV കൃഷ്ണപിള്ളയുടെ പുസ്തകമാണ്. പെണ്ണരശു നാട് എന്ന് പറയുന്നത് EV കൃഷ്ണപിള്ളയുടെ കൃതിയാണ്. ചാരുലത വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ്. ചാരുലത വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ്. റഷ്യൻ പനോരമ KPS മേനോന്റെ കൃതിയാണ്. റഷ്യൻ പനോരമ KPS മേനോന്റെ കൃതിയാണ്. ലീലാതിലകം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസിന്റെ കൃതിയാണ്. ലീലാതിലകം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസിന്റെ കൃതിയാണ്. ശ്യാമമാധവം പ്രഭാവർമ്മയുടെ കൃതിയാണ്. ശ്യാമമാധവം പ്രഭാവർമ്മയുടെ കൃതിയാണ്. സൂഫി പറഞ്ഞ കഥ KP രാമനുണ്ണിയുടെ കൃതിയാണ്. സൂഫി പറഞ്ഞ കഥ KP രാമനുണ്ണിയുടെ കൃതിയാണ്. കേരളത്തിന്റെ ആഫ്രിക്ക K പാനൂരിന്റെ കൃതിയാണ്. കേരളത്തിന്റെ ആഫ്രിക്ക K പാനൂരിന്റെ കൃതിയാണ്. ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കിയുടെ കൃതിയാണ്. ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കിയുടെ കൃതിയാണ്. തത്വമസി സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ്. തത്വമസി സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ K സച്ചിദാനന്ദന്റെ കൃതിയാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ K സച്ചിദാനന്ദന്റെ കൃതിയാണ്. കൊന്തയും പൂണൂലും വയലാർ രാമവർമ്മയുടെ കൃതിയാണ്. കൊന്തയും പൂണൂലും വയലാർ രാമവർമ്മയുടെ കൃതിയാണ്. കടൽ തീരത്ത് OV വിജയന്റെ കൃതിയാണ്. കടൽ തീരത്ത് OV വിജയന്റെ കൃതിയാണ്. പാഠപുസ്തകം സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ്. പാഠപുസ്തകം സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ്. ബൊഹിമിയൻ ചിത്രങ്ങൾ SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. ബൊഹിമിയൻ ചിത്രങ്ങൾ SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. ബി നിലവറ VJ ജെയിംസിന്റെ കൃതിയാണ്. ഓർത്തോളനെ, ബി നിലവറ VJ ജെയിംസിന്റെ കൃതിയാണ്. മാതംഗലീല തിരുമംഗലത്ത് നീലകണ്ഠൻ. മാതംഗലീല തിരുമംഗലത്ത് നീലകണ്ഠന്റെ കൃതിയാണ്. കുറ്റിപ്പെൻസിൽ കുഞ്ഞുണ്ണിമാഷിന്റെ കൃതിയാണ്. കുറ്റിപ്പെൻസിൽ കുഞ്ഞുണ്ണിമാഷിന്റെ കൃതിയാണ്. ഇത്രയും കൃതികൾ ഓർക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നും ഈ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എന്ന ആത്മകഥ എഴുതിയതാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ NN പിള്ളയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ എന്ന ആത്മകഥ എഴുതിയതാരാണ്? NN പിള്ളയാണ്. NN പിള്ളയുടെ മറ്റു പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രോസ് ബെൽറ്റ്, കാപാലിക, ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ആത്മബലി, ഡാം, ശുദ്ധമദ്ദളം, മന്നന്തരം, ഗൊറില്ല, ആദ്യരാത്രി, വിഷമവൃത്തം, ജന്മാന്തരം, ഞാൻ സ്വർഗത്തിൽ, കർട്ടൻ, ക്ലൈമാക്സ്, മനുഷ്യന്റെ മാനിഫെസ്റ്റോ, വൈൻ ഗ്ലാസ്, കണക്ക് ചെമ്പകരാമൻ, മെഹർബാനി, ഫോളിഡോറ്, ഡൈനാമൈറ്റ്, സുപ്രീം കോർട്ട്, ദ പ്രസിഡന്റ്, NOC, ദ ജഡ്ജ്മെന്റ്, മലയും മനുഷ്യനും, ബൂമറാങ്, പോർട്ടർ കുഞ്ഞാലി. ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും അതുപോലെ തന്നെ നാടകങ്ങളുമാണ് കേട്ടോ. അതായത് NN പിള്ള എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നാടകകൃത്താണ് അദ്ദേഹം. ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ആടിയിട്ടുണ്ട്. അപ്പോൾ NN പിള്ളയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും നാടകങ്ങളും നമുക്ക് ഒന്നുകൂടി നോക്കാം. ഞാൻ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ക്രോസ് ബെൽറ്റ്, കാപാലിക, ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ആത്മബലി, ഡാം, ശുദ്ധമദ്ദളം, മന്നന്തരം, ഗൊറില്ല, ആദ്യരാത്രി, വിഷമവൃത്തം, ജന്മാന്തരം,
ഞാൻ സ്വർഗത്തിൽ, കർട്ടൻ, ക്ലൈമാക്സ്, മനുഷ്യന്റെ മാനിഫെസ്റ്റോ, വൈൻ ഗ്ലാസ്, കണക്ക് ചെമ്പകരാമൻ, മെഹർബാനി, ഫോളിഡോറ്, ഡൈനാമൈറ്റ്, സുപ്രീം കോർട്ട്, ദ പ്രസിഡന്റ്, NOC, ദ ജഡ്ജ്മെന്റ്, മലയും മനുഷ്യനും, ബൂമറാങ്, പോർട്ടർ കുഞ്ഞാലി. ഡി വിനയചന്ദ്രന്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കിരാതവൃത്തമാണ് കേട്ടോ. ഡി വിനയചന്ദ്രന്റെ അല്ലാത്ത കൃതി ഏതാണ്? ഇതിനകത്ത് കിരാതവൃത്തമാണ്. അപ്പോൾ നമുക്ക് ഡി വിനയചന്ദ്രന്റെ കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. പൊടിച്ചി, വംശഗത, നരകമൊരു പ്രേമ കവിത എഴുതുന്നു, ദിസാസൂചി, വീട്ടിലേക്കുള്ള വഴി, ഭൂമിയുടെ നട്ടെല്ല്, കായ്ക്കരയിലെ കടൽ, പേരറിയാത്ത മരങ്ങൾ, ഉപരിക്കുന്ന്, സമസ്ത കേരളം PO, ചിറപ്പ്, ഊരു ചുറ്റുന്ന പ്രണയം, വേലകാവുണ്ണി, ദിഗംബര കവിതകൾ, മദനനും രമണനും തോളുരുമി, സൗഹൃദം. ഓർത്തോളനെ, ഡി വിനയചന്ദ്രന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? പൊടിച്ചി, വംശഗത, നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, ദിസാസൂചി, വീട്ടിലേക്കുള്ള വഴി, ഭൂമിയുടെ നട്ടെല്ല്, കായ്ക്കരയിലെ കടൽ, പേരറിയാത്ത മരങ്ങൾ, ഉപരിക്കുന്ന്, സമസ്ത കേരളം PO, ചിറപ്പ്, ഊരു ചുറ്റുന്ന പ്രണയം, വേലകാവുണ്ണി, ദിഗംബര കവിതകൾ, മദനനും രമണനും തോളുരുമി, സൗഹൃദം. അമ്പിളിച്ചിരിക്കും മാനത്ത്, തുമ്പച്ചിരിക്കും താഴത്ത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ONV കുറുപ്പാണ്. അമ്പിളിച്ചിരിക്കും മാനത്ത്, തുമ്പച്ചിരിക്കും താഴത്ത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ONV കുറുപ്പാണ്. മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവതയെ. പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ്. മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവതയെ എന്ന് എഴുതിയതാരാ? പി കുഞ്ഞിരാമൻ നായരാണ്. അറിവിന്റെ വെളിച്ചമേ ദൂരെപ്പോ ദൂരെപ്പോ. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. അറിവിന്റെ വെളിച്ചമേ ദൂരെപ്പോ ദൂരെപ്പോ. ആരുടെ വാക്കുകളാ? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. ചങ്ങമ്പുഴയുടെ വരികളാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. ചങ്ങമ്പുഴയുടെ വരികളാണ്. വന്ദിപ്പിൻ മാതാവിനെ, വള്ളത്തോളിന്റെ വരികളാണ്. വന്ദിപ്പിൻ മാതാവിനെ, വള്ളത്തോളിന്റെ വരികളാണ്. വരിക വരിക സഹചരെ എന്ന് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരെ അംശി നാരായണ പിള്ളയുടെ വരികളാണ്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ മുയരട്ടെ, വള്ളത്തോളിന്റെ വരികളാണ്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ മുയരട്ടെ, വള്ളത്തോളിന്റെ വരികളാണ്. അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ മഞ്ഞിൽ അങ്കന എന്ന് വിളിക്കുന്നു ഞാൻ. ചങ്ങമ്പുഴയുടെ വരികളാണ്. അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ മഞ്ഞിൽ അങ്കന എന്ന് വിളിക്കുന്നു ഞാൻ. ചങ്ങമ്പുഴയുടെ വരികളാണ്. എന്റെ വഴിയിലെ വെയിലിനും നന്ദി, എന്റെ ചുമലിലെ ചുമടിനും നന്ദി. സുഗതകുമാരിയുടെ വരികളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്റെ വഴിയിലെ വെയിലിനും നന്ദി, എന്റെ ചുമലിലെ ചുമടിനും നന്ദി. സുഗതകുമാരിയുടെ വരികളാണ്. കപടലോകത്തിലെ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ചങ്ങമ്പുഴയുടെ വാക്കുകളാണ് കേട്ടോ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ഇത് ആരുടേതാ? ചങ്ങമ്പുഴയുടെ വാക്കുകളാണ്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം, പന്തളം കേരളവർമ്മയുടെ വാക്കുകളാണ്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണമെന്ന് എഴുതിയതാരാ? പന്തളം കേരളവർമ്മയാണ്. ആർദ്രമി ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകും ഇല്ലേ സഖി. NN കക്കാടിന്റെ കവിതയിൽ നിന്നുള്ളതാണ്. ആർദ്രമി ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകും ഇല്ലേ സഖി എന്ന് എഴുതിയതാരാ? NN കക്കാടാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എന്റെ ഗുരുനാഥനിൽ നിന്നാണ് കേട്ടോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? എന്റെ ഗുരുനാഥനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം OV വിജയന്റെ. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയന്റെ സൃഷ്ടിയാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാ? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള കൃതിയിലുള്ള സൃഷ്ടിയാണ്. ത്രിപുര സുന്ദരി കൊച്ചമ്മ എന്ന കഥാപാത്രമുള്ളത് ധർമ്മരാജയിലാണ്. ധർമ്മരാജ എഴുതിയതാര? CV രാമൻ പിള്ളയാണ്. ത്രിപുര സുന്ദരി കൊച്ചമ്മ എന്ന കഥാപാത്രമുള്ളത് ധർമ്മരാജയിലാണ്. ധർമ്മരാജ എഴുതിയത് CV രാമൻ പിള്ളയാണ്. ഭ്രാന്തൻ ചാന്തൻ എന്ന കഥാപാത്രമുള്ളത് മാർത്താണ്ഡവർമ്മയിലാണ്. മാർത്താണ്ഡവർമ്മ എഴുതിയത് രാമൻ പിള്ള തന്നെയാണ്. ഭ്രാന്തൻ ചാന്തൻ എന്ന കഥാപാത്രമുള്ളത് മാർത്താണ്ഡവർമ്മയിലാണ്. മാർത്താണ്ഡവർമ്മ എന്ന കഥ എഴുതിയത് CV രാമൻ പിള്ള തന്നെയാണ്. വേലുണ്ണിക്കുറുപ്പ്, കൃഷ്ണനുണ്ണി, രാജി എന്നീ കഥാപാത്രങ്ങളുള്ളത് അവകാശികൾ എന്ന നോവലിലാണ്. അവകാശികൾ എന്ന നോവൽ എഴുതിയതാര? MK മേനോനാണ്. ഓർക്കണം,
വേലുണ്ണിക്കുറുപ്പ്, കൃഷ്ണനുണ്ണി, രാജി എന്നീ കഥാപാത്രങ്ങൾ അവകാശി എന്ന നോവലിലാണുള്ളത്. ഈ അവകാശി എന്ന നോവൽ എഴുതിയതാരാണ്? MK മേനോനാണ്. മജീദ്, സുഹറ എന്നിവ ബാല്യകാല സഖി എന്ന കൃതിയിലുള്ള കഥാപാത്രങ്ങളാണ്. മജീദ്, സുഹറ എന്നീ കഥാപാത്രങ്ങൾ ബാല്യകാല സഖി എന്ന കൃതിയിലുള്ളതാണ്. ബാല്യകാല സഖി എഴുതിയതാരാ? വൈക്കം മുഹമ്മദ് ബഷീറാണ്. മണ്ടൻ, മൂത്താപ്പ, ഒറ്റക്കണ്ണൻ, പോക്കർ എന്നീ കഥാപാത്രങ്ങളുള്ളത് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലാണ്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതി എഴുതിയതാരാ? വൈക്കം മുഹമ്മദ് ബഷീറാണ്. മണ്ടൻ, മൂത്താപ്പ, ഒറ്റക്കണ്ണൻ, പോക്കർ എന്നീ കഥാപാത്രങ്ങളുള്ളത് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലാണ്. ഈ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എഴുതിയതാരാ? വൈക്കം മുഹമ്മദ് ബഷീറാണ്. കരുണാകരൻ മാഷ്, വിനോദിനി എന്നീ കഥാപാത്രങ്ങളുള്ളത് വാനപ്രസ്ഥം എന്ന കൃതിയിലാണ്. വാനപ്രസ്ഥം എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. കരുണാകരൻ മാഷ്, വിനോദിനി എന്നീ കഥാപാത്രങ്ങളുള്ളത് വാനപ്രസ്ഥം എന്ന കൃതിയിലാണ്. വാനപ്രസ്ഥം എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. സുധാകരൻ എന്ന കഥാപാത്രം വരുന്നത് വാരണാസി എന്ന കൃതിയിലാണ്. അത് എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. സുധാകരൻ എന്ന കഥാപാത്രം വരുന്നത് വാരണാസി എന്ന കൃതിയിലാണ്. വാരണാസി എന്ന കൃതി എഴുതിയതാരാണ്? MT വാസുദേവൻ നായരാണ്. വിമല, സർദാർജി, മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. വിമല, സർദാർജി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് മഞ്ഞ് എന്ന കൃതിയിലതാണ്. മഞ്ഞ് എഴുതിയതാരാണ്? MT വാസുദേവൻ നായരാണ്. മഞ്ഞ് എന്ന കൃതി എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. കേശവൻ പിള്ള എന്ന കഥാപാത്രം വരുന്നത് ഏണിപ്പടികളിലാണ്. ഏണിപ്പടികൾ എഴുതിയതാരാ? തകഴി ശിവശങ്കര പിള്ളയാണ്. കേശവപിള്ള എന്ന കഥാപാത്രം വരുന്നത് ഏണിപ്പടികൾ എന്ന കൃതിയിലാണ്. ഏണിപ്പടികൾ എന്ന കൃതി എഴുതിയതാരാ? തകഴി ശിവശങ്കര പിള്ളയാണ്. ശ്രീധരൻ എന്ന കഥാപാത്രം വരുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിയിലാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതി എഴുതിയത് SK പൊറ്റക്കാടാണ്. ശ്രീധരൻ എന്ന കഥാപാത്രം വരുന്നത് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിയിലാണ്. ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതി എഴുതിയതാരാ? SK പൊറ്റക്കാടാണ്. രവി, അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാരാ? OV വിജയനാണ്. കുഞ്ഞുണ്ണി, പൂശാപ്പി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് ഗുരുസാഗരം എന്ന കൃതിയിലാണ്. ഗുരുസാഗരം എഴുതിയതാരാ? OV വിജയനാണ്. കുഞ്ഞുണ്ണി, പൂശാപ്പി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് ഗുരുസാഗരം എന്ന കൃതിയിലാണ്. ഗുരുസാഗരം എഴുതിയതാരാ? OV വിജയനാണ്. തേതിക്കുട്ടി, തങ്കം നായർ, ഉണ്ണി നമ്പൂതിരി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അഗ്നിസാക്ഷി എന്ന കൃതിയിലാണ്. അഗ്നിസാക്ഷി എഴുതിയതാരാ? ലളിതാംബിക അന്തർജനമാണ്. തേതിക്കുട്ടി, തങ്കം നായർ, ഉണ്ണി നമ്പൂതിരി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അഗ്നിസാക്ഷി എന്ന നോവലിലാണ്. അഗ്നിസാക്ഷി എഴുതിയതാരാ? ലളിതാംബിക അന്തർജനമാണ്. കുഞ്ഞരയ്ക്കാർ, ഗോവിന്ദൻകുട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അസുരവിത്തിലാണ്. അസുരവിത്ത് എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. കുഞ്ഞരയ്ക്കാർ, ഗോവിന്ദൻകുട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്ന കൃതി ഏതാണ്? അസുരവിത്താണ്. അസുരവിത്ത് എഴുതിയതാരാ? MT വാസുദേവൻ നായരാണ്. കൃതിയും കഥാപാത്രങ്ങളും ശരിയായി കൊടുത്തിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അപരാജിത, ദിശ, നിരഞ്ജൻ, ഉഷ്ണരാശി. ഇതാണ് കേട്ടോ ശരി. ഉഷ്ണരാശി എഴുതിയതാരാ? KV മോഹനകുമാറാണ് കേട്ടോ. ആരാണ്? KV മോഹനകുമാറാണ് എന്തെഴുതിയത്? ഉഷ്ണരാശി എഴുതിയത്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അപരാജിത, ദിശ, നിരഞ്ജൻ എന്നിവർ. ഉണ്ണീരി മുത്തപ്പൻ, പാറക്കുട്ടി, മലവായി, കമ്മാളൂട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് BV അയ്യപ്പന്റെ തട്ടകം എന്ന കൃതിയിലാണ്. ഉണ്ണീരി മുത്തപ്പൻ, പാറക്കുട്ടി, മലവായി, കമ്മാളുകുട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് BV അയ്യപ്പന്റെ തട്ടകം എന്ന കൃതിയിലാണ്. നീലകണ്ഠൻ, ദേവയാനി, ജയരാജൻ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അംബികാസുധൻ മങ്ങാടിന്റെ എന്മകജയിലാണ്. നീലകണ്ഠൻ, ദേവയാനി, ജയരാജൻ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അംബികാസുധൻ മങ്ങാടിന്റെ എന്മകജയിലാണ്. അർജുനൻ, സിദ്ധാർത്ഥ്, ഊർമിള, അനുരാധ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് മുൻപേ പറക്കുന്ന പക്ഷികൾ. ഇത് എഴുതിയതാരാണ്? C രാധാകൃഷ്ണനാണ്. അർജുനൻ, സിദ്ധാർത്ഥ്, ഊർമിള, അനുരാധ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതിയിലാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന കൃതി എഴുതിയതാരാ? C രാധാകൃഷ്ണനാണ്. അപരാജിത, ദിശ, നിരഞ്ജൻ, ഉഷ്ണരാശി. ഉഷ്ണരാശി എഴുതിയതാരാ? KV മോഹനകുമാറാണ് കേട്ടോ. ആരാണ്? KV മോഹനകുമാറാണ് എന്തെഴുതിയത്? ഉഷ്ണരാശി എഴുതിയത്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അപരാജിത, ദിശ, നിരഞ്ജൻ എന്നിവർ. ഉണ്ണീരി മുത്തപ്പൻ, പാറക്കുട്ടി, മലവായി, കമ്മാളൂട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് BV അയ്യപ്പന്റെ തട്ടകം എന്ന കൃതിയിലാണ്. ഉണ്ണീരി മുത്തപ്പൻ, പാറക്കുട്ടി, മലവായി, കമ്മാളുകുട്ടി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് BV അയ്യപ്പന്റെ തട്ടകം എന്ന കൃതിയിലാണ്.
നീലകണ്ഠൻ, ദേവയാനി, ജയരാജൻ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അംബികാസുധൻ മങ്ങാടിന്റെ എന്മകജയിലാണ്. നീലകണ്ഠൻ, ദേവയാനി, ജയരാജൻ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് അംബികാസുധൻ മങ്ങാടിന്റെ എന്മകജയിലാണ്. അർജുനൻ, സിദ്ധാർത്ഥ്, ഊർമിള, അനുരാധ എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് മുൻപേ പറക്കുന്ന പക്ഷികൾ. ഇത് എഴുതിയതാരാണ്? സി രാധാകൃഷ്ണനാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കുറച്ച് കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികളും അവരുടെ സ്മാരകങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികളും അവരുടെ സ്മാരകങ്ങളും. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, ഇതിൽ PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ്സ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരൊറ്റ പോയിന്റ് എടുത്തിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി പഠിക്കേണ്ടത് അപ്പൻ തമ്പുരാൻ സ്മാരകം. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ, തൃശൂർ ജില്ല. അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അയ്യന്തോൾ, തൃശൂർ ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ, ആലപ്പുഴയിലാണ്. അതുപോലെ കിള്ളിക്കുറിശിമംഗലം, പാലക്കാടാണ്. അതായത് കുഞ്ചൻ നമ്പ്യാർക്ക് 2 സ്മാരകമുണ്ട് കേട്ടോ. ഒന്ന് എവിടെയാ? അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ല. മറ്റൊന്ന് എവിടെയാ? കിള്ളിക്കുറിശിമംഗലം, പാലക്കാട് ജില്ല. അടുത്തതാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകമാണ് കേരളവർമ്മ സൗധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഇലവുംതിട്ട, പത്തനംതിട്ട ജില്ലയിലാണ്. ഇങ്ങനെ തന്നെ ഓർത്തോളണേ. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകത്തിന്റെ പേരെന്താ? കേരളവർമ്മ സൗധം എന്നാണ്. ഇത് ഇലവംതിട്ട, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. AR രാജരാജവർമ്മയുടെ സ്മാരകമാണ് ശാരദ മന്ദിരം എന്നറിയപ്പെടുന്നത്. ഇത് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ല. AR രാജരാജവർമ്മയുടെ സ്മാരകം അറിയപ്പെടുന്ന പേരെന്താ? ശാരദ മന്ദിരം എന്നാണ്. ഇത് മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ല. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി, തിരുവനന്തപുരം ജില്ല. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി, തിരുവനന്തപുരം ജില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ചെറുകാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ്. നിരണം കവികളുടെ സ്മാരകം അറിയപ്പെടുന്ന പേര് കണ്ണശ സ്മാരകം എന്നാണ്. ഇത് നിരണം, പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നിരണം കവികളുടെ സ്മാരകം അറിയപ്പെടുന്ന പേരെന്താ? കണ്ണശ സ്മാരകം എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിരണം, പത്തനംതിട്ട ജില്ല. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കടക്കരപ്പള്ളി, ചേർത്തല, ആലപ്പുഴ ജില്ല. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കടക്കരപ്പള്ളി, ചേർത്തല, ആലപ്പുഴ ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി, എറണാകുളം ജില്ല. VT ഭട്ടതിരിപ്പാട് സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അങ്കമാലി, എറണാകുളം ജില്ല. ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വീഡിയോകൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.